ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഫേസ്ബുക്കിൽ ഒരു പരസ്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഫ്രഷ് ആയിട്ട്, അതായത് ഇപ്പം നമുക്ക് ഫേസ്ബുക്കിനെ കുറിച്ച് ഒന്നും അറിയില്ല. നമുക്ക് ഫേസ്ബുക്ക് പേജ് ഇല്ല, ഫേസ്ബുക്ക് ആഡ് അക്കൗണ്ട് ഇല്ല, അങ്ങനത്തെ ഒരു ഡീറ്റെയിൽസ് ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഫേസ്ബുക്ക് ആഡ്സിലേക്ക് വരുന്നത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ പോകുന്നത്. അത് നമുക്ക് ആദ്യം നമുക്കൊരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടായിരിക്കണം. നമ്മുടെ പേരിൽ ഒരു പ്രൊഫൈൽ ഉണ്ടായിരിക്കുക. ഇനി പ്രൊഫൈൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് facebook.com പോയിട്ട് സൈൻ അപ്പ് ചെയ്ത് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഉള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ ഓൾറെഡി എനിക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട്, ഞാൻ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനു വേണ്ടി ടെസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ക്രിയേറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഞാൻ ഒരുപാട് പേജസ് ഉള്ള കാരണം നമുക്ക് എക്സിസ്റ്റിംഗ് പേജോ അല്ലെങ്കിൽ ന്യൂ പേജ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പുതിയ പേജാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ facebook.com എടുത്തിട്ട് ലോഗിൻ ചെയ്യാം. ആഹ് അതല്ല, നിങ്ങൾക്ക് ഫേസ്ബുക്ക് പ്രൊഫൈൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ഫേസ്ബുക്ക് പ്രൊഫൈൽ ഇവിടെ സൈൻ അപ്പ് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ക്രിയേറ്റ് പേജ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ഞാൻ ടെസ്റ്റ് പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. അതിലേക്ക് ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് വരുന്നത്. ഇതിലിപ്പോൾ ഞാൻ കൂടുതൽ ഡേറ്റാസ് അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് ആഡ് പ്രൊഫൈൽ പിക്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് ഇതിൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇതൊരു ഡെമോ പർപ്പസിനായതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം ചിലത് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇനി അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും നമ്മളത് നമ്മൾ കൂടുതൽ നമുക്കത് ആവശ്യമില്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇനീഷ്യലി ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരെ ഫേസ്ബുക്ക് പേജിലേക്ക് പോകുന്നത്. എങ്ങനെയാണ് ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് പേജ് വേണം. നമ്മളെ ഫേസ്ബുക്ക് പേജും ഫേസ്ബുക്ക് പ്രൊഫൈലും തമ്മിലുള്ള വ്യത്യാസം എന്താ പറഞ്ഞാൽ, ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് വെച്ചാൽ സാധാരണ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽസിനാണ് ഫേസ്ബുക്ക് പേജ് ഉണ്ടാവുക. അല്ല, സോറി, ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാവുക. ഫേസ്ബുക്ക് പേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബിസിനസ് ആംഗിളിൽ ചിന്തിച്ചു കഴിഞ്ഞ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു സെലിബ്രിറ്റീസിന് ഫേസ്ബുക്ക് പേജാണ് സാധാരണ ഉണ്ടാവുക. അതേപോലെ തന്നെ ബിസിനസ് എൻറ്റിറ്റിക്ക് ഫേസ്ബുക്ക് പേജാണ് ഉണ്ടാവേണ്ടത്. അതേപോലെ തന്നെ ഒരു ബ്രാൻഡ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ, ഒരു അങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് ഫേസ്ബുക്ക് പേജാണ് ഉണ്ടാവുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ്ബുക്ക് പേജിനെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. നമുക്ക് ഫേസ്ബുക്ക് പേജിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫോളോവേഴ്സ് ആണ് പേജിൽ ഉണ്ടാവുക. പക്ഷെ പ്രൊഫൈലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രൊഫൈലിൽ ഫ്രണ്ട്സ് ആണ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽസിന് നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും, ആ പ്രൊഫൈലിൽ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാം. ഇൻഡിവിജ്വൽസിന് വേണമെങ്കിൽ, ഇപ്പൊ നമുക്ക് പ്രൊഫൈലിന് വേണമെങ്കിൽ എൻ്റെ പേരിലൊരു, ഇപ്പൊ ഞാൻ പബ്ലിക് ഫിഗർ ആണ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം. പേജ് ക്രിയേറ്റ് ചെയ്യാൻ സ്പെഷ്യൽ പേഴ്സൺ ആവണമെന്നൊന്നുമില്ല. നമുക്കൊരു ഒരു ബിസിനസ് ആംഗിൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അഗെയിൻ, വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് പേഴ്സണൽ പ്രൊഫൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഫ്രണ്ട്സ് ഒക്കെ ഉള്ള പ്രൊഫൈലുകളിൽ നമുക്ക് പ്രൊമോഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവില്ല. നമുക്ക് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻ നമുക്ക് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിൽ പേജ് ഉണ്ടാവണം. അതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്ക് അത് തന്നെ പറയാം. അതായത് നമുക്ക് പ്രൊഫൈലിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല, പേജിലാണ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഓൾറെഡി ഒരു പേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെങ്ങനെ അറിയാം, അല്ലെങ്കിൽ പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പൊ ഇത് നോക്കുവാണെങ്കിൽ ഈ ഇവിടെ ഒരു മെനു ഉണ്ട് അല്ലേ? ഇവിടെ ടോപ്പ് റൈറ്റ് ഹാൻഡ് കോർണറിൽ ഇപ്പോൾ മൗസ് ഇവിടെ മെനു കാണിക്കും. ഒരു 9 ഡോട്ടാണ്. ഈ ഡോട്ടിനകത്താണ് നമ്മൾ പേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഈ പേജസ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് പേജസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് എക്സിസ്റ്റിംഗ് പേജസ് ഉണ്ടോ എന്നുള്ളത്. കാരണം ഇവിടെ പേജസ് ഒന്നുമില്ല. കാരണം ഇവിടെ ക്രിയേറ്റ് ന്യൂ പേജ് കാണിക്കുന്നത് ഡിസ്കവർ പേജ് എന്നാണ് കാണിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ യുവർ പേജസ് എന്നോ ഇങ്ങനെ കാണിച്ചിട്ട് നമുക്ക് നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പേജ് ഇവിടെ നമുക്ക് കാണിച്ചു തരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പേജ് ഇല്ല. ഇനി അതുപോലെ തന്നെ ഇവിടെ ക്രിയേറ്റ് പേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ക്രിയേറ്റ് ആണ്. ക്രിയേറ്റ് പോസ്റ്റ്, സ്റ്റോറി, റീല്, ലൈഫ്, ഇവന്റ്, പേജ്. ഇവിടെ ക്രിയേറ്റ് പേജ് എന്ന് വെച്ചിട്ട് ഇവിടുന്ന് നമുക്ക് പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ആദ്യം പേജസിൽ പോയിട്ട് നമുക്കിവിടെ പേജസ് ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. എന്നിട്ട് അതിന് ശേഷം ഇപ്പൊ പേജസ് നമുക്കില്ല, അപ്പൊ നമ്മളൊരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് പേജിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏതാണ് നമ്മുടെ ലെവലായിട്ടുള്ള പേജ്, ഞാൻ എൻ്റെ പേര് തന്നെ കൊടുക്കുകയാണ് പേജിന് വേണ്ടി.
ഞാൻ അഭിലാഷ് എന്ന് പറഞ്ഞ പേജാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം കാറ്റഗറി കൊടുക്കുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ ക്രിയേറ്റർ എന്ന് കൊടുക്കുക. ഇനി ഇവിടെ അതേപോലെ ബയോ അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പം ഞാൻ ബയോ കൊടുക്കുന്നില്ല, പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും ബയോ കൊടുക്കണം. നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് അതിലേക്ക് കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനാണ് പബ്ലിക്കിൽ കാണുക. അതേപോലെ തന്നെ ഫേസ്ബുക്കിനും ഈ പറയുന്ന ഇൻഫർമേഷനിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഫേസ്ബുക്കിന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു എന്താ പറയുക, ഏതൊക്കെ ഫീൽഡുകൾ ഫേസ്ബുക്ക് ചോദിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനൊക്കെ ബയോ ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്, സർവീസ്, ടാർഗറ്റ് ഓഡിയൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പേജിലേക്ക് വരുന്ന ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം അത് കാണാൻ പറ്റും. അതല്ല, ഇപ്പൊ യൂസർ ചിലപ്പോൾ അതൊന്നും നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സെർച്ച് എഞ്ചിൻസ് ഉണ്ട്. ഇപ്പൊ ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിൻസ് ഉണ്ട്. അപ്പൊ അതും നമ്മുടെ പേജ് ഇൻഡെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഫേസ്ബുക്ക് പേജ് പബ്ലിക്കാണ്, അപ്പൊ ഇൻഡെക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ഫേസ്ബുക്കിന്റെ മെറ്റ AI അത് ഈ കണ്ടന്റ് ഒക്കെ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ ബയോയും റീഡ് ചെയ്യും. അപ്പോൾ അതിലുള്ള ഇൻഫർമേഷൻസ് ഇതിന് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഇപ്പൊ ഞാനിവിടെ എൻ്റെ ഒരു പേഴ്സണൽ വെബ്സൈറ്റ് കൊടുക്കുകയാണ്. ഫോൺ നമ്പർ നമ്മൾ ഇവിടെ ഇന്ത്യ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൺട്രി കോഡ് ഇന്ത്യ സെലക്ട് ചെയ്യാതെ കൊടുത്തു കഴിഞ്ഞാൽ എറർ വരും. ഇപ്പോൾ കൺട്രി കോഡ് ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്തു. എന്നിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഫോൺ കൊടുത്തു. അതേപോലെ നിങ്ങൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മൾ ഇപ്പോൾ ഒരു ബ്രാൻഡൊക്കെ ആണെങ്കിൽ ആൾവേസ് ഓപ്പൺ, അതെങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് ഓപ്പണിംഗ് അവേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട്, ഇപ്പം മൺഡേ 10 AM to 5 PM. ഇങ്ങനെ നമ്മൾ ടൈമിലൊക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം കവർ ഇമേജും പ്രൊഫൈൽ പിക്ചറുമാണ്. പ്രൊഫൈൽ പിക്ചർ എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ ലോഗോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പേഴ്സണൽ ബ്രാൻഡ് ആണെങ്കിൽ നമ്മുടെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ കവർ ഫോട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ഭൂരിഭാഗം ആൾക്കാർ നോക്കുവാണെങ്കിൽ എല്ലാവരും മൊബൈലിൽ നിന്നാണ് ഈ ഫേസ്ബുക്ക് പേജ് ആയിക്കോട്ടെ, വെബ്സൈറ്റ് ആയിക്കോട്ടെ, ഇതിലേക്കൊക്കെ ആക്സസ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഒരു IT പ്രൊഫഷണൽ ആണെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് ഉണ്ടാവും, നമ്മൾ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലിരുന്ന് നമ്മൾ ബ്രൗസ് ചെയ്യും. അതല്ലാതെ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഇപ്പോൾ ട്രാവലിംഗ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, ആ സമയത്തൊക്കെ നമ്മൾ മൊബൈലാണ്. കാരണം സ്മാർട്ട് ഫോണിൽ ഇതെല്ലാം അവൈലബിൾ ആണ്, ഇതിനൊക്കെ മൊബൈൽ ആപ്പുകളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും, കൂടുതൽ ആൾക്കാർ സ്മാർട്ട് ഫോണിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവൻ നമ്മൾ അനലിറ്റിക്സ് പോലുള്ള ടൂൾ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 95% ആൾക്കാരും ഇതൊക്കെ ആക്സസ് ചെയ്യുന്ന മൊബൈലിൽ നിന്നാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ പറയുന്ന കവർ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതേപോലെ ഓരോ പോസ്റ്റേഴ്സ് ഇടുമ്പോഴൊക്കെ നമ്മൾ മൊബൈൽ ഫോക്കസ്ഡ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കവർ ഫോട്ടോ നമ്മളെപ്പോഴും മൊബൈലിലും കൂടി കാണത്തക്ക രീതിയിൽ, ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൊബൈൽ വ്യൂ എങ്ങനെ ആയിരിക്കും നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ അല്ലെങ്കിൽ നമ്മുടെ USP എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ വേണം നമുക്ക് ഈ പറയുന്ന പോലെ കവർ ഇമേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഇത് ടെസ്റ്റ് പർപ്പസിനായതുകൊണ്ട് ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ ഒരു ആഡ് ആക്ഷൻ ബട്ടൺ ഉണ്ട്. ഈ ആക്ഷൻ ബട്ടൺ ആണ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവിടെ നടക്കേണ്ട ആക്ഷൻസ്, അതായത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എങ്ങോട്ടേക്കാണ് അവർ പോകേണ്ടത്, അല്ലെങ്കിൽ എന്ത് ആക്ഷനാണ് അവിടെ സംഭവിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ബുക്ക് നൗ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അപ്പോയിൻമെന്റ് ഷെഡ്യൂൾ ചെയ്യുന്ന ഇതാണെങ്കിൽ നമുക്ക് ബുക്ക് നൗ പോവാം. സൈൻ അപ്പ്, ഇപ്പോൾ നമുക്ക് ഒരു ഫോം, ഇപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ഫോമിലേക്കൊക്കെ
വിടണം, നമുക്ക് ലീഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ സൈൻ അപ്പ് നമുക്ക് കളക്ട് ചെയ്യാം. അതല്ല ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ സ്റ്റാർട്ട് ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു ഇ കൊമേഴ്സ് ഒക്കെ ആണെങ്കിൽ വ്യൂ ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ടിക്കറ്റ് വിൽക്കുന്ന ഇതാണെങ്കിൽ നമുക്ക് ഗെറ്റ് ടിക്കറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ അതേപോലെ ഇപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സെൻഡ് മെസ്സേജ്, സെൻഡ് വാട്സപ്പ്, കോൾ നൗ, സെൻഡ് മെയിൽ, കോൺടാക്ട്സ്, ഇങ്ങനെയുള്ള കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ മെസ്സഞ്ചർ സെലക്ട് ചെയ്തിരിക്കുന്നത് കാരണം ടെസ്റ്റ് ആയതുകൊണ്ട് മെസ്സഞ്ചറാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഒന്ന് സെൻഡ് വാട്സപ്പും കോളിനോ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. നമുക്ക് കസ്റ്റമറായിട്ട് ഇൻട്രാക്ഷൻ അധികം വരാത്ത ടൈപ്പ് ബിസിനസ്സുകളൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, വിസിറ്റ് വെബ്സൈറ്റ് അല്ലെങ്കിൽ സൈൻ അപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് ഈ ബട്ടൺസ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫേസ്ബുക്ക് ഒരുപാട് ബട്ടൺസ് തരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ബട്ടൺ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് കൊടുക്കുന്നു, മെസ്സഞ്ചർ സേവ് കൊടുത്തു. അപ്പോൾ കോൾ ടു ആക്ഷൻ ബട്ടൺ ഞാൻ ആഡ് ചെയ്തു. ഞാൻ ഡെസ്ക്ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ അറിയാൻ പറ്റും. ഇവിടെ ഇത് പബ്ലിക്കിനെ കാണാൻ പറ്റില്ല. ഇവിടെ കണ്ടോ, മെസ്സേജ് എന്ന് പറഞ്ഞാൽ കോൾ ടു ആക്ഷൻ ബട്ടൺ ഇവിടെ വന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇത് വാട്സപ്പുമായിട്ട് കണക്ട് ചെയ്യാനാണ് പറയുന്നത്. ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. വാട്സപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യുക. ഇവിടെ വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുക. അതിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇന്ത്യ സെലക്ട് ചെയ്ത് വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒ ടി പി വരും നമ്മുടെ വാട്സപ്പിലേക്ക്. ഗെറ്റ് കോഡ് കൊടുത്തു കഴിയുമ്പോൾ ആ ഒ ടി പി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്ന് നമ്മുടെ പേജിന് ലൈക്സ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഡൺ കൊടുക്കുക. ഓക്കെ, നമ്മുടെ പേജ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ പേജ് ടൂറൊക്കെ ചോദിക്കുന്നത് ഞാൻ അതൊക്കെ കൊടുക്കുന്നില്ല, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം നമുക്ക് പേജ് സെറ്റപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. പേജ് സെറ്റപ്പ് ഓപ്ഷനിൽ പോകുമ്പോൾ നമുക്കിവിടെ നമ്മുടെ പേജിൻ്റെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കാണിക്കും. അവിടെ നമുക്ക് വ്യൂവിൽ പോവുക. വ്യൂവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പേജിൻ്റെ യൂസർ നെയിം മാറ്റി കൊടുക്കുക. യൂസർ നെയിം വെച്ചാൽ facebook.com. ഇപ്പോൾ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമുക്ക് വേറെ സ്ഥലങ്ങളിൽ നമ്മൾ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു യുണീക്ക് URL വേണം. ഇത് facebook.com/abhilash.ind.in എൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. abhilash.ind.in എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ facebook.com/ind.in കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ യൂസർ നെയിം ആയി കിട്ടും. അപ്പോൾ ഇത് എനിക്ക് എവിടെ വേണമെങ്കിലും പബ്ലിക്കായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ യൂസർ നെയിം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് പബ്ലിക് URL എടുത്തതിന് ശേഷം വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നമുക്കിവിടെ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്യാനുള്ളത്, അതേപോലെ ഇപ്പോൾ ലിങ്ക്ഡ് അക്കൗണ്ട്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻസ്റ്റാഗ്രാം നോട്ട് കണക്റ്റഡ്, വാട്സപ്പ് നോട്ട് കണക്റ്റഡ്, ഇതൊക്കെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ അതിലേക്ക് പോകാത്തത് ഇല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണുന്നവർക്കൊരു ബോറടിക്കും. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ തരാം. ഇപ്പം നമ്മളിവിടെ അറിയാൻ പറ്റും, നമ്മൾ ഇത് പേജും ഇത് പ്രൊഫൈലുമാണ്. ഇപ്പോൾ നമ്മൾ പേജിലാണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു പോസ്റ്റ് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് സർവീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടോ, ഇവിടെ പേജസ് ദ അഭിലാഷ് മാനേജ് എന്നുള്ള രീതിയിൽ എനിക്കിവിടെ പേജസ് കാണാൻ പറ്റും. നമ്മൾ ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്ത് പേജസ് ഉണ്ടോ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് പേജസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇവിടെ പേജസ് നമുക്ക് കാണാൻ പറ്റി. ഇത് ഇങ്ങനെയാണ് നമ്മൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇനി ആഡ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഒരൊറ്റ വീഡിയോയിൽ ഇത് ചെയ്യാന്നുള്ളത്. പക്ഷേ ഇതിനെ 2 വീഡിയോ ആക്കി ഞാൻ ഇടുവാണ്. ഇത് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയും ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ പാർട്ട് 2 എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ കൂടി ഇടുന്നുണ്ട്, എങ്ങനെയാണ് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ വീഡിയോ കണ്ടവർ ആ വീഡിയോയും കൂടി നോക്കുക. ഇത് പാർട്ട് 1, അത് പാർട്ട് 2 ആയിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഫേസ്ബുക്ക് പേജ് ആൻഡ് ആഡ് അക്കൗണ്ട് ക്രിയേഷൻ എന്നുള്ളത് പാർട്ട് 1, പാർട്ട് 2 എന്നുള്ള രീതിയിൽ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ.